ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സൺഡേ ആയിക്കൊണ്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ രാവിലെ തന്നെ പോയി. പിന്നെ വന്നു കഴിഞ്ഞ് പിള്ളേരെല്ലാം മുറ്റത്തിറങ്ങി ഇങ്ങനെ കളിക്കുക കേട്ടോ. അങ്ങനെ മുത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡാഡി വരുന്നത് കണ്ടത്. ഡാഡി വന്ന് സന്തോഷപ്രകടനം കേട്ടോ. ഞങ്ങളോട് പറയാതെ ഡാഡി വന്നത്. ഡാഡി വരുമ്പോൾ മിന്നുവിനറിയാം മിന്നുവിന് കാര്യമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന്. മിന്നു ഭയങ്കര മധുരക്കൊതിച്ച കേട്ടോ. അതനുസരിച്ച് മേടിച്ചു കൊടുക്കാൻ ഡാഡിയും. പിന്നെ ഡാഡിയും മിന്നുവും ഭയങ്കര കുശലമൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ. അങ്ങനെ ഡാഡി അവിടെ ഇരുന്ന സ്കൂട്ടിയിൽ മുത്തിനെയൊക്കെ കൊണ്ടുപോയി ഹെൽമെറ്റൊക്കെ വെച്ച് കളിപ്പിക്കുവാണേ. അപ്പോൾ കേട്ടോ മിന്നു അവിടെ കുപ്പി കിടക്കുന്നത് കണ്ടത്. കഴിഞ്ഞ ദിവസം റീൽ ചെയ്യാൻ വേണ്ടി ഞാൻ തോട്ടയൊക്കെ ആക്കിയ കുപ്പിയായിരുന്നു കേട്ടോ അത്. ആ വെള്ളത്തിലെ കളിയെല്ലാം കഴിഞ്ഞ് പനി പിടിക്കൂട്ടിയെന്നും പറഞ്ഞ് പരിക്കകത്ത് കയറ്റിയതേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മിന്നു പറയുന്നുണ്ട് കേട്ടോ, ഡാഡി ഇന്ന് പോകണ്ട, നാളെ പോയാൽ മതി എന്നും പറയുന്നുണ്ട്. ഇനി ഡാഡി പോകാൻ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഡാഡി വന്നതുകൊണ്ട് പിള്ളേർ ഭയങ്കര ഹാപ്പി ആട്ടോ. ഡാഡി പിന്നെ പിള്ളേരുടെ എല്ലാ താളത്തിനും കൂടി തുള്ളിക്കോളും. ഇത് കണ്ടോ, ഒരു ബാത്തടപ്പ് നിറയെ ഉള്ള കളിപ്പാട്ടങ്ങളാട്ടോ ഇവരുടെ. ഇതെല്ലാം കൂടെ നിരത്തി അങ്ങോട്ടിടും. കളി കഴിയുമ്പോൾ പെറുക്കി വെക്കാൻ പറഞ്ഞ ഒന്നിനും കാണത്തില്ല. പിന്നെ വടിയെടുത്ത് ഞാൻ പുറകെ ചെല്ലണം. അങ്ങനെ ഇന്ന് ഡാഡിയും കൂടി രണ്ടും കൂടെ പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ച കഴിഞ്ഞ് 3 പേരുടെ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇനി ഡാഡി പോവാന്നും പറഞ്ഞ് കയ്യെ പിടിച്ച് പോവുകയാണേ. മിന്നു മുമ്പിലോടുക. മിന്നുവിൻ്റെ വിചാരം ഡാഡി കൊണ്ടുപോകുന്ന കേട്ടോ. ഡാഡി പോയി കഴിഞ്ഞ് പിന്നെ എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. എപ്പോഴാണ് നമ്മൾ പോകുന്നതെന്നും വെച്ച് നാളെ പോകാമെന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുവിധം സമാധാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും രണ്ടുപേരും സന്തോഷിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ഡാഡി പോയപ്പോൾ 2 പേർക്ക് വിഷമമായി. ഇവരെ വിട്ടിട്ട് പോയപ്പോൾ ഡാഡിക്കും ഭയങ്കര വിഷമമായി കേട്ടോ. ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിയെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.